നമസ്കാരം. വെൽക്കം ടു മൂവി ട്രിപ്പ്. അപ്പൊ അഖിൽ അക്കിനേനി പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന തെലുങ്ക് സിനിമയാണ് ലെനിൻ. പടം തിയേറ്ററിൽ വന്നു. ഒരു ആവറേജ് റെസ്പോൺസ് ആയിരുന്നു. അത് കഴിഞ്ഞ് OTT-ൽ വന്നിട്ടുണ്ട്. സിനിമ കണ്ടു. പടത്തിന്റെ ഒരു ഒരു സിനോപ്സിസ് പറയാം. അതായത് മഹാഭാരത യുദ്ധം ഉണ്ടായിരുന്നല്ലോ. മഹാഭാരത കുരുക്ഷേത്ര യുദ്ധം. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസമായിരുന്നു. അപ്പം ഈ 18 ദിവസത്തെ ഏഹ്, എന്താ പറയാ എടുത്തുകൊണ്ട് ആന്ധ്രയിലെ ശ്രീരാമപുരം എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തില് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതായത് അവിടുത്തെ ദേവി, അതായത് അവിടെ ആരാധിക്കുന്നത് ദ്രൗപദി എന്ന് പറഞ്ഞിട്ടുള്ള ഏഹ്, എന്താ പറയാ പാഞ്ചാലി, അത് തന്നെ പാണ്ഡവരുടെ പത്നിയായിട്ടുള്ള പാഞ്ചാലി. അപ്പൊ ദ്രൗപദിയാണ് അവിടുത്തെ എന്താ പറയാ ദേവത. അപ്പൊ അവിടെ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഭാഗമായിട്ട് 18 ദിവസം, അത് ഭയങ്കര ബ്ലഡ് ഷെഡ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ കാണുന്ന രീതിയിൽ 18 ദിവസമാണ് അവിടെ ഉത്സവമായിട്ട് കണക്കാക്കുന്നത്. അതിനെ പറയുന്നതാണ് ഭാരതം മെട്ട എന്നാണ് പറയാ അവിടെ. അപ്പൊ ഈ ഭാരതം മെട്ടയുടെ ഒറ്റ റൂളുള്ളൂ, ഈ 18 ദിവസം ഒരു ബ്ലഡ് പോലും ആ ക്ഷേത്രത്തിന്റെ അടുത്തോ പരിസരങ്ങളിലോ അല്ലെങ്കിൽ ആ ഗ്രാമങ്ങളിലോ വീഴാൻ പാടില്ല. അത്ര എന്താ പറയാ നീറ്റായിട്ട് ഈ ഉത്സവം കൊണ്ടുപോകണം എന്നാണ് അവിടുത്തെ ഒരു ആചാരം. അപ്പൊ ഈ ആചാരത്തിനെ കാത്തുരക്ഷിക്കാൻ ശ്രമിക്കുന്ന കുറെ പേരും അതിനെ എതിർക്കാൻ വരുന്ന കുറച്ചു പേരും അതിന്റെ അകത്ത് പെട്ടുപോകുന്ന കുറച്ചു പേരും, ഇങ്ങനെ ഒരു എന്താ പറയാ ചെറിയൊരു സ്റ്റോറിയാണ്. ഇത്രയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ പോലും അതിനകത്തൊരു കളകൊളാക്കി വെച്ചേക്കുന്ന സിനിമയാണല്ലേ. നമുക്ക് തെലുങ്കർക്ക് ഇങ്ങനെയാന്ന് അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് അങ്ങനെ വലിയ പിടുത്തം, അതായത് വലിയതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെടില്ല. കാരണം ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നാമത് ട്വിസ്റ്റിന്റെ അയ്യരുകളിയാണ്. ട്വിസ്റ്റ് 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 എന്ന് പറഞ്ഞിട്ടുള്ള പോലെ ചറവറ ട്വിസ്റ്റാണ് അവന്മാർ വെക്കണത്. അത് ഒരു ലക്കും ലഗാനും ഇല്ലാത്ത രീതിയിലാണ് ട്വിസ്റ്റ് അലക്കിയേക്കണത്. രണ്ടാമത്തെ കാര്യം, എന്താ പറയാ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇൻഡെപ്ത് നമുക്കൊരു ഫീലിംഗ് തോന്നില്ല. അതായത് ഇപ്പം നായകനും നായികയായിട്ടുള്ളത്, നായകനെ ആക്ച്വലി എടുത്തു വളർത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് മദർ ആയിട്ടുള്ളത്, പിന്നെ സ്റ്റെപ്പ് മദറിന് ഒരു മകനുണ്ട്, ആ മകനായിട്ടുള്ള ഫീലിംഗ്, നായകന്റെ കൂട്ടുകാരുമായിട്ടുള്ളത്, അതിന്റെ ഇടയ്ക്ക് വരുന്ന എന്താ പറയാ ഇവരുടെ എതിരെ വരുന്ന ഒരു MLA ഉണ്ട്, അയാൾക്കുള്ള അയാളുടെ ഒരു ഇത്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാം കൂടി ഒരു ചളകുളമാണ് പടത്തിന്റെ ഒരു സ്റ്റോറിയിലെ. പടത്തിന് എന്താ പറയാ കുറെ നാളുകൾക്ക് ശേഷം അഖിലക്കിനിക്ക് ഒരു എന്താ പറയാ ഒരു ഹിറ്റും കിട്ടാത്തതുകൊണ്ട് നാഗാർജുന തന്നെയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സ്വന്തം ബാനറിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇളയ മോനെ അഭിനയിപ്പിക്കുക എന്നുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് അഖിലക്കിനെ കൂടാതെ നായികയായിട്ട് ഭാഗ്യശ്രീ ബോർസയാണ് വരുന്നത്. പിന്നെ ഈശ്വരി റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ഒരു മെയിൻ ആയിട്ടൊരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ബ്രഹ്മാജി എന്ന് പറഞ്ഞിട്ട് ഒരാളും നല്ലൊരു കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ മ്യൂസിക് വരുന്നത് തമനാണ്, പക്ഷെ തമന്റെ മ്യൂസിക് അങ്ങോട്ട് ഏൽക്കുന്നില്ല സത്യം പറഞ്ഞു. പിന്നെ എന്താ പറയാ ഒരു ഒരു എന്താ പറയാ ഒരു തെലുഗു ആക്ഷൻ ഡ്രാമ ജോണറിലാണ് ഈ സിനിമ വന്നേക്കുന്നത്. എങ്കിലും നമുക്ക് കുറച്ച് വലിവുണ്ട്, നല്ല രീതിയിൽ വലിച്ചു നീട്ടുന്ന ഫീലാണ് ഈ സിനിമ നമുക്ക് തരുന്നത്. ഒരു ആവറേജ് ബിലോ ആവറേജ് വാച്ചായിട്ട് മാത്രമേ ഈ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതായിരുന്നു ലെനിന്റെ എന്റെ ഒരു ഷോർട്ട് റിവ്യൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.